ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടിരിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവും. നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. 2 മീറ്ററാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. സ്ലീവിന് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. സ്ലീവിനൂടെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2.25 2.5 ഒക്കെ ലൈനിങ് വാങ്ങിച്ചോണേ. അപ്പം നമ്മളിപ്പം ഇതുപോലെ 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലെങ്ത് ആണ് വേണ്ടത്. നമുക്ക് മെയിൻ ക്ലോത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ച് നമ്മളുടെ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുത്തേച്ചാൽ മതിയേ. ആ രീതിയിലായിരിക്കണം നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഈ 2 മീറ്ററിൻ്റെ ടോട്ടൽ ലെങ്ത് അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഷോൾഡർ 14ആണ്, അതിൻ്റെ പകുതി 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളിപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിൻറ്റുകളെ തമ്മിൽ നമ്മളിതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഇപ്പോൾ 6.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ടേപ്പിനെ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിൻറ്റും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കാവേ. എന്നിട്ട് 1.5 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 34 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ അളവുകളെല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ എഴുതുന്നതാണ്. ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മളുടെ പൊക്കം അനുസരിച്ച് വ്യത്യാസം വരുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ചോളമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെയും ലൂസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മളിവിടവും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ ഹിപ്പ് പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു 18.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ലിറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചേ നമ്മൾ കൂടുതൽ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചുളുക്കമാകും, ആകെ വൃത്തികേടായി പോകും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളുടെ ടോട്ടൽ അളവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നു. ബാക്കി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തെല്ലാം നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്കൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 2.5 ഇഞ്ച് വിട്ടും ഒരു 6 ഇഞ്ചോളം ലെങ്തുമാണ്. ഒരു 5.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. 6 ഇഞ്ച് കിട്ടും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒരു ബോക്സ് ആക്കി മാറ്റുകയാണ്. ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ ബോക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു നല്ല റൗണ്ട് കിട്ടാൻ വേണ്ടി ആണ് നമ്മളിനി ചെയ്യുന്നത്. ഈ കോർണർ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അല്പം വൈഡായിട്ടുള്ളതാണ്, ചില ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള റൗണ്ട് നമുക്ക് കിട്ടുവേ. തീർത്തും ക്ലോസ് ആയിട്ടുള്ള രീതിയിലല്ല, ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ. ഇനി നമ്മൾ ബാക്കിനെ കൂടെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു 4 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെയും ഇതുപോലെ ബോക്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഈ കോർണറുകൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റൗണ്ട് നെക്കാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്ലാൻ ലൈൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം ഭാഗം മാർക്ക് ചെയ്യണേ. ഈ ഹിപ്പിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് കൊടുക്കാം. ടീനേജ് ഗേളിനൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി, വണ്ണമില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിലുമേ. പിന്നെ നമുക്ക് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരു 1.5 1.25 2 ഇഞ്ച് വരെ 1.5 ഒക്കെ കൊടുത്താൽ മതിയേ.
കൂടി രണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിയായി പോകും. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ ആക്കി. ഇനിയിപ്പോൾ ബാക്ക് പോർഷനിൽ നമുക്ക് ആ ഒരു പാടിവിടെ കാണാവേ, അത് നമ്മളൊന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇപ്പുറത്തെ വശത്തിലേക്കൊന്ന് മടക്കി കൊടുത്ത് ടാപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മെഷർ അവിടെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, അത് നമ്മൾ ബക്ര ഒന്നും വെക്കാതെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബക്ര ഒന്നും ഇല്ലാതെ ഇതുപോലെ നമുക്കിങ്ങനെ നല്ല നീറ്റായിട്ട് ലൈനിങ് മാത്രം വെച്ച് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മളിപ്പം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിൻ പോർഷൻ എടുത്തു, നല്ല വശത്തിലേക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഇവിടേക്ക് നെക്കിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ പിൻ കുത്തി അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നല്ല വശത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ ഭാഗമൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വളരെ സ്ലോയിലായിരിക്കണം ചെയ്തെടുക്കേണ്ടത്. ഡബിൾ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരല്പം തയ്യൽ തുമ്പ് ഇങ്ങനെ നീട്ടിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു വളഞ്ഞ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. ഇത് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്ത് ഇതിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് ക്ലോത്തിനെയും നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് ആ ഒരു എഡ്ജിൽ കൂടി വേണം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം പോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിപ്പം ബാക്ക് പോർഷനും ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഈ അകവശത്തേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ പിൻ കുത്തി കൊടുത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നീറ്റാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ സൈഡിൽ എല്ലാം നമ്മൾ പിൻ കുത്തി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ സൈഡിലേക്ക് നമ്മളുടെ ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ ഇങ്ങനെ ലൈനിങ്ങും മെയിൻ ഭാഗവും കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബക്ര ഒന്നും വെക്കാതെയാണ് നമ്മളുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. ബോട്ടം ഭാഗം നമ്മളിങ്ങനെ ഒന്നും ലൈനിങ് ക്ലോത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ഇങ്ങനെ ലൂസാക്കി അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് സൈഡും ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും ബാക്ക് പോർഷൻ ആണെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ തമ്മിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇൻവിസിബിളായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ നിവർത്തി കൊടുത്ത് ലൈനിങ് പീസുകൾ തമ്മിൽ ഒരുപോലെയും നമ്മുടെ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരുപോലെ ഇരിക്കുന്ന പോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേന് നമ്മുടെ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോകും. അപ്പം സ്റ്റിച്ചിങ് നമ്മളുടെ ഈ ഷോൾഡർ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് ഒന്നും കാണത്തില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡുകളെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കൈക്കുഴി ഒന്നുകൂടെ കുഴിച്ച് വെട്ടാനുണ്ട്. അത് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു.
ഇനി നമ്മൾ ഇവിടെ ഒന്ന് കുഴിച്ച്, അത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ ഒരു ഭാഗം കുഴിച്ച് കൊടുക്കേണ്ടത്. അത് നമ്മളിങ്ങനെ കുഴിച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുത്ത് കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ നിവർത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മളുടെ ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല, അല്ലാതെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 4ആയിട്ടാണ് ഇപ്പോൾ ടോട്ടൽ മടക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെങ്ത് വേണ്ടത്, നമുക്ക് മടക്കി കൊടുക്കാനായിട്ടും സ്റ്റിച്ചിങ്ങിനും എല്ലാം ആയിട്ട് നമ്മളിപ്പോൾ ഒരു 16 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ 10 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു മെയിൻ പോർഷൻ എടുത്ത് അതിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ആ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സീം അലവൻസിന് കൊടുത്തിരിക്കുന്ന ആ മാർക്ക് ചെയ്തിടം വരെ ഇങ്ങനെ നമ്മളൊന്ന് അളന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. എന്നിട്ട് നമ്മളൊരു 3.5 ഇഞ്ച് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലോസ് ആയ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ടേപ്പ് വെച്ച് നമ്മൾ കറക്റ്റ് സെൻറ്റർ, ടേപ്പ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കിട്ടും. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെയും നമുക്ക് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കിട്ടുവേ. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് കറക്റ്റ് സെൻറ്റർ ഇതും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് താഴേക്ക് നമ്മൾ അകത്തേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പുറത്തേക്കാണിത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്കിവിടെ ഒന്ന് ഓവൽ ഷേപ്പിന് വേണ്ടി വരച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പോയിന്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ കുഴിച്ച് ഈ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ സ്ലീവിനുള്ളത് വളരെ നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കൊരു 2 ഇഞ്ചോളം തയ്യൽ തുമ്പും നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അതും ഇങ്ങനെയൊന്നും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ ഭാഗത്ത് എത്രയാണോ നമുക്ക് വേണ്ടത്, അത് ഓരോരുത്തർക്കും നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കാവേ. എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണോ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പോയിന്റിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ആക്കിയും കൊടുത്തോണേ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നിവർത്തി കൊടുത്ത് കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഒന്നെങ്കിൽ വെച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ റോങ് സൈഡുകൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരേണ്ടത്. അപ്പം നമ്മൾ എന്നിട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് കൂടെ കാണിക്കാവേ. നമ്മളിങ്ങനെ മെയിൻ ക്ലോത്ത് നിവർത്തിയിട്ടതിന് ശേഷം
നമ്മൾ ഈ സ്ലീവിൻ്റെ ഇതുപോലെ എടുത്ത് നല്ല വശം ഏതാണെന്നുള്ളത് ആദ്യമേ നോക്കണം. അതിനുശേഷം നമ്മൾ ഈ കുഴിച്ച് വെട്ടിയിടം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം ഇൻവിസിബിളായിട്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഒട്ടും തയ്യൽത്തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സീം അലവൻസും ഉണ്ട്. നമ്മളിവിടെ എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സ്ലിറ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയൊന്നും അത് ഇടാത്തത്. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ഇപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് സ്ലിറ്റൊക്കെ ഇട്ടാണ് രണ്ട് വശവും കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല വശമെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗവും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും ലെങ്ത് കൂട്ടിയാണ് മെയിൻ ക്ലോത്തിന് എടുക്കേണ്ടത്. ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ എടുത്തോണേ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.